ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബനാന വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ബനാന ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി ഒരു ഭാഗം ഉണ്ട്, അത് നമുക്കൊന്നും കൂടി കട്ട് ചെയ്യാം. അപ്പോൾ ബനാന വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുട്ടികൾക്ക് ബനാനയൊക്കെ വെറുങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ലായിരിക്കും അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുത്താൽ മതിയാവും. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ എളുപ്പമാണ്, നമുക്ക് തീ പോലും കത്തിക്കേണ്ടി വരില്ല. അത്രയ്ക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി, മധുരത്തിനനുസരിച്ചിട്ട്. എത്ര മധുരം വേണോ അത്രയും പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരുപാട് പഞ്ചസാര ഇടുന്നുണ്ട്. ഇനി നെയ്യ് വേണ്ടിക്ക് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ നെയ്യ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ കിട്ടുന്നത്. നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്യ് ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ടേസ്റ്റ് കിട്ടും. ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അധികം പേർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണല്ലേ. ജസ്റ്റ് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ജസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. സൂപ്പറായിട്ടുണ്ട്. നോക്കൂ, വളരെ 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 ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസും പ്രാങ്കും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പം ടാറ്റാ, അതുവരേക്കും ടാറ്റ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ